ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗണപതിയേ നമഃ. എല്ലാവർക്കും നമസ്കാരം. SPYSS NYC സംസ്കാരം സംഘടന സേവ ഓൺലൈൻ മലയാള യോഗയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വ്യാഴാഴ്ചയും നടത്തിവരുന്ന ഭഗവത്ഗീത അധ്യയനം 130-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. 13-ാം അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലെ 16 മുതൽ 24 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠനമാണ് ഇന്ന് നടക്കുന്നത്. ഭക്തിസാന്ദ്രമായ ഈ സന്ധ്യയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാ യോഗബന്ധുക്കളെയും പഠിതാക്കളെയും വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ധ്യാന ശ്ലോകം ചൊല്ലുന്നത് അംബിക ബാലൻ ഒക്കെയാണ്. 7, 8, 9 ചാൻഡിങ് റിവിഷൻ ചെയ്യുന്നത് വിമലാമണിയക്ക. 10, 11, 12 ചാൻഡിങ് റിവിഷൻ ചെയ്യുന്നത് ലതീഷ് അണ്ണൻ. 13, 14, 15 ചാൻഡിങ് റിവിഷൻ ചെയ്യുന്നത് ലതാ മോഹനക്ക. ചാൻഡിങ് ഗൈഡൻസ് നൽകുന്ന സരോജിനി അക്ക. 16, 17, 18 ശ്ലോകങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന ബിജി ഉണ്ണികൃഷ്ണൻ. എക്സ്പ്ലനേഷൻ ചെയ്യുന്ന ഗംഗാ രാജേന്ദ്രൻ അക്ക. 19, 20, 21 റിപ്പീറ്റ് ചെയ്യുന്നത് റാണി അക്ക. എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് ഗോപകുമാർ അണ്ണൻ. 22, 23, 24 റിപ്പീറ്റ് ചെയ്യുന്നത് ജയലക്ഷ്മി അക്ക. എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് രത്നവല്ലി അക്ക. ബാക്കപ്പ് ചാൻഡിങ് ചെയ്യുന്നത് സുനിതാക്ക. എക്സ്പ്ലനേഷൻ രമാക്ക. എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ധ്യാന ശ്ലോകം ചൊല്ലുന്നതിനായി അംബിക ബാലനക്കയെ സദയം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോമക്ക. ഹരിയോം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം പാർത്ഥായ പ്രതിബോധിതാ ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായ തപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. ഹരിയോ. അടുത്തതായി 7, 8, 9 ശ്ലോകം ചൊല്ലാനായി വിമലാമണിയക്കയും 10, 11, 12 ശ്ലോകം ചൊല്ലാനായി ലതീഷ് അണ്ണനെയും 13, 14, 15 ശ്ലോകം ചൊല്ലുവാനായി ലതാ മോഹനക്കയും ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോ. ഹരിയോ. ഓം ശ്രീ പരമാത്മനേ നമഃ. ത്രയോദശോധ്യായഃ ക്ഷേത്രജ്ഞയോഗഃ. ശ്ലോകം 7. അമാനിതം ത്വമദം ത്വം അഹിംസാ ക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമാത്മവിനിഗ്രഹഃ. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹംകാര ഏവ ച. ജന്മമൃത്യുജരാ വ്യാധി ദുഃഖദോഷാനുദർശനം. അസക്തിരനഭിഷ്വംഗഃ പുത്രധാരാഗൃഹാദിഷു. നിത്യം ച സമചിത്വത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു. മയിച്ഛാനന്യയോഗേന ഭക്തിരവ്യഭിചാരിണീ വിവിക്തദേഹസേവിതാ
തദ്ദേശസേവിത്വമരതിർജന സംസദി അധ്യാത്മനജ്ഞാനനിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഏതജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യതതോന്യഥാ ജ്ഞേയം യത്തത് പ്രവക്ഷ്യാമി യജ്ഞാത്വമൃതശ്മശ്നുതേ അനാദിമത്പരം ബ്രഹ്മ ന സത്തന്നാസദുച്യതേ. സർവദഃ പാണിപാദം തത് സർവദോക്ഷിശിരോമുഖം സർവദഃ ശ്രുതിമം ലോകേ സർവാമാവൃത്യ തിഷ്ഠതി സർവേന്ദ്രിയഗുണാഭാസം സർവേന്ദ്രിയവിവർജിതം അസക്തം സർവഭ്യശ്ചൈവ നിർഗുണം ഗുണഭോക്ത്യ ച ബഹിരന്തശ്ച ഭൂതാനാം അചരം ചരമേവ ച സൂക്ഷ്മത്വാത് തദവിജ്ഞേയം ദൂരസ്ഥം ചാന്തികേ ച തത്. ഹരി ഓം. അടുത്തതായി ചാൻഡിങ് ഗൈഡൻസിനായി സരോജിനിയൊക്കെയും 16, 17, 18 ശ്ലോകങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതിനായി വിജി ഉണ്ണികൃഷ്ണൊക്കെയും എക്സ്പ്ലനേഷൻ ചെയ്യുന്നതിനായി ഗംഗാ രാജേന്ദ്രനൊക്കെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അവിഭക്തം ച ഭൂതേഷു വിഭക്തമിവ ച സ്ഥിതം. അവിഭക്തം ച ഭൂതേഷു വിഭക്തിം ഇവ ച സ്ഥിതം. ഭൂതഭർതൃ ച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച. ഭൂതഭർതൃ ച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച. അവിഭക്തം ച ഭൂതേഷു വിഭക്തമിവ ച സ്ഥിതം. ഭൂതഭർതൃ ച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച. അവിഭക്തം ച ഭൂതേഷു വിഭക്തം ഇവ ച സ്ഥിതം. ഭൂതഭർതൃ ച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച. ശ്ലോകം 17. ജ്യോതിഷാമപി തജ്ജ്യോതിസ്തമസഃ പരമുച്യത്തെ. ജ്യോതിഷാമപി തജ്ജ്യോതിഃ തമസഃ പരമുച്യത്തെ. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം. ജ്യോതിഷാമപി തജ്ജ്യോതിസ്തമസഃ പരമുച്യത്തെ. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം. ജ്യോതിഷാമപി തജ്ജ്യോതിസ്തമസഃ പരമുച്യത്തെ. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം. ശ്ലോകം 18. ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസതഃ. ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസതഃ. മദ്ഭക്ത ഏതദ് വിജ്ഞായ മദ്ഭാവായോപപദ്യത്തെ. മദ്ഭക്ത ഏതദ് വിജ്ഞായ മദ്ഭാവായോപപദ്യത്തെ. ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസതഃ. മദ്ഭക്ത ഏതദ് വിജ്ഞായ മദ്ഭാവായോപപദ്യത്തെ. ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം വോക്തം സമാസതഃ. മദ്ഭക്ത ഏതദ് വിജ്ഞായ
മദ്ഭാവായോപപദ്യത്തെ. ഹരി ഓം. നമ്മള് 16, 17, 18 ശ്ലോകങ്ങളുടെ വ്യാഖ്യാനമാണ് നോക്കാൻ പോണത്. ഇത് വേദാന്താണ്. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. എന്താ വെച്ചാൽ കുറച്ച് കഠിനമായ ഒരു അധ്യായത്തിലൂടെയാണ് നമ്മളിപ്പം ഭഗവത്ഗീതയുടെ കടന്നു പോണത്. ക്ഷേത്രജ്ഞ വിഭാഗയോഗം. അപ്പൊ 16-ാമത്തെ ശ്ലോകം അവസാനിപ്പിക്കുന്ന സമയത്ത് ദൂരസ്ഥം എന്ന് പറഞ്ഞു. അപ്പൊ ഈശ്വരനെ നമ്മൾ അറിയാത്തിടത്തോളം കാലം നമുക്ക് എന്താ തോന്നുക? കുറേ ദൂരെ എവിടെയോ ആണ്, അകലെയാണ് ഈശ്വരൻ എന്നാണ് നമ്മളെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ വിചാരിക്കുക. അപ്പൊ 16-ാമത്തെ ശ്ലോകം മുതൽ പറഞ്ഞു തരികയാണ് ഭഗവാൻ. അവിഭക്തം ച ഭൂതേഷു, അവിഭക്തം, ഒന്നിൽ നിന്ന് മാറാതെയാണ് ഇരിക്കുന്നത്. അതായത് ഈ ഒരു ശരീരത്തിന്റെ ഓരോ കോശത്തിലും ഈ ചൈതന്യമുണ്ട്. ശരീരത്തിന്റെ തൊലിപ്പുറത്തുണ്ട്, അതിന്റെ മുകളിലുള്ള പ്രപഞ്ച ഘടകങ്ങളിലുണ്ട്. പിന്നെ അടുത്തുള്ള വ്യക്തിയിലും എല്ലാം ഈ ഈശ്വര ചൈതന്യമുണ്ട്. അവിഭക്തം, നമുക്ക് അതിനെ എന്താ പറയാ, വിഭജിച്ച് മാറ്റാൻ നമുക്ക് പറ്റില്ല. യഥാർത്ഥത്തില് അവിഭക്തമായ ഈ ഒരു സത്യത്തെ നമുക്ക് എന്താ തോന്നുക? വിഭക്തം ഇവ ച സ്ഥിതം, ഞാൻ വേറെയാണ്, നിങ്ങൾ വേറെയാണ്, പക്ഷിമൃഗാദികള്, മരങ്ങള് എല്ലാം വേറെയാണ്. നമുക്ക് അങ്ങനെയാണ് തോന്നുക. ഇവ, വിഭക്തം ഇവ, നമുക്ക് അങ്ങനെ തോന്നുകയാണ്. എന്നാൽ ശരിക്കുള്ള യാഥാർത്ഥ്യം എന്താ? അത് അവിഭക്തമാണ്, വിഭജിക്കാൻ പറ്റില്ല, എല്ലാറ്റിലും ഉണ്ട്. അപ്പൊ ഇനി ഈ സത്യം ഇവിടെ പറയുന്നുണ്ട്. തത് ഭൂതഭൃത്യ ച തജ്ഞേയം, തത് ഭൂതഭൃതൃ ച തജ്ഞേയം, എല്ലാ പ്രപഞ്ച സത്യങ്ങളെയും, ഭർത്തൃ എന്ന് പറഞ്ഞാല് സംരക്ഷിക്കുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക, അങ്ങനെയാണ് അറിയപ്പെടേണ്ടത്. അപ്പൊ എല്ലാ ജീവജാലങ്ങളുടെയും നിയന്ത്രണം ഈ സത്യത്തിനാണ്. അത് ഗ്രസിഷ്ണു പറഞ്ഞാൽ എന്താ? എല്ലാത്തിനെയും തന്നിലേക്ക് ഗ്രസിച്ച് ലയിപ്പിക്കുകയാണ്. ഏത്? ആ പരമമായ സത്യം എല്ലാത്തിനെയും തന്നെ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പ്രഭവിഷ്ണു എന്ന് പറഞ്ഞു. അതായത് വീണ്ടും അത് പരമപുരുഷോത്തമനെ അത് വീണ്ടും പുറത്തേക്ക് പ്രകടിപ്പിക്കുകയാണ്. പ്രഭവിഷ്ണു നമ്മള് എന്താ പറയാ, അല്ലെങ്കിൽ ഭവിക്കുന്നതായി തോന്നിപ്പിക്കുന്നു. നമ്മള് പ്രഭവിഷ്ണു എന്നുള്ളത് ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമത്തില് വിഷ്ണവേ പ്രഭവിഷ്ണവേ എന്ന് പറഞ്ഞു കേട്ടില്ലേ? അപ്പം പ്രഭവിഷ്ണു വെച്ചാല് പ്രപഞ്ച ഘടകത്തെ പുറത്തേക്ക് പ്രകടിപ്പിക്കുവാൻ ആരാണോ അതാണ് പ്രഭവിഷ്ണു. അപ്പൊ ഇവിടെ പ്രപഞ്ച സൃഷ്ടി ഭവിക്കുകയാണ്, ഉണ്ടാവുകയാണ്. അങ്ങനെ തോന്നിപ്പിക്കുന്നവനാണ് പ്രഭവിഷ്ണു. അങ്ങനെ തികച്ചും വിപരീതാത്മകമായിട്ടാണ് ഈ ഒരു സത്യത്തെ കുറിച്ചിട്ട് പറയുന്നത്. ഇങ്ങനെ പറയുന്നതിനെയാണ് തടസ്ഥ ലക്ഷണം എന്ന് പറയാ. വേദാന്ത ഭാഷയിൽ തടസ്ഥ ലക്ഷണം. അതായത് ഒരു ഉദാഹരണം പറയാന്ന് വെച്ചാല്, ഒരാള് വന്ന് വീട് അന്വേഷിക്കുന്ന സമയത്ത് അയാളുടെ വീടിന്റെ മുന്നില് എന്താണോ ഉള്ളത് നമ്മൾ പറയാം. ചിലപ്പോ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുകയായിരിക്കും. അപ്പം ആ വീടിന്റെ മുന്നില് ഓട്ടോറിക്ഷ നിർത്തി നമ്മൾ പറയും, ഇത് ആ ഗേറ്റ് കണ്ടില്ലേ, ഓട്ടോറിക്ഷ നിർത്തി ആ ഗേറ്റ് അവിടെയാണ്, അതാണ് ഗോവിന്ദന്റെ വീട് എന്ന് പറയും. പക്ഷെ നിങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ആ ഓട്ടോറിക്ഷ പോയിട്ടുണ്ടാവും. അത് വെച്ചിട്ട് വീട് മാറുമോ? വീട് മാറില്ല. അപ്പം ഇതേപോലെയാണ് ഈ സ്ഥിരമല്ലാത്ത പ്രപഞ്ച ഘടകങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇവയ്ക്ക് ആധാരമായിട്ടുള്ള വസ്തു ഇതാണ് എന്ന് പറയുന്നത്. ഇത് കൂടുതൽ കുറച്ചും കൂടി മനസ്സിലാവും അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മൾ പോകുമ്പോ കേട്ടോ. അപ്പൊ ഇവിടെ പ്രഭത്തിന്റെ യഥാർത്ഥ സ്ഥിതി എന്താണ് എന്ന് വിവരിക്കുകയാണ്. എന്നിട്ട് നമ്മളോട് പറയാണ്, നിങ്ങൾക്ക് തോന്നുന്നതാണ്, നിങ്ങൾക്ക് തോന്നുന്നതാണ് ഇത് വിഭജിച്ചിട്ടാണ്, വിഭജിച്ചിട്ടല്ല. അപ്പൊ നമ്മൾ അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ മനസ്സിനെ
ഏകാഗ്രമാക്കി വെച്ചിട്ട് ചിന്തിച്ചു നോക്കാൻ ശ്രമിക്കുക. ഉദാഹരണം പറഞ്ഞ, എനിക്കും നിങ്ങൾക്കും തമ്മിൽ ഒരു വിടവുണ്ട്, അങ്ങനത്തെ ഒരു ചിന്തയിൽ പതുക്കെ പതുക്കെ നമ്മുടെ മനസ്സ് ചിന്തിച്ചു നോക്കുക. ശരിക്കും എവിടെയാണ് വിടവ്? അങ്ങനെ ഒരു വിടവുണ്ടോ? അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ മനസ്സുകൊണ്ട് വെറുതെ ഒന്ന് വിചാരം ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ അപ്പൊ നമുക്ക് ബോധ്യപ്പെടും. ആലോചിച്ച് നോക്കുമ്പോ ഇവിടെ ഒരു വസ്തുവും തമ്മിൽ അവിടെ ഒരു വസ്തു എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന വസ്തുക്കൾ, അതായത് പ്രപഞ്ച ഘടകങ്ങൾ, ഇവയൊന്നും തമ്മിൽ യാതൊരു വിടവുമില്ല. എവിടെയും ആ കണ്ണി മുറിഞ്ഞു പോകുന്നതേ ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാം ഒരു സമുദ്രത്തിലെ കുമളകൾ പോലെ മാത്രമാണ് ഈ പ്രപഞ്ച ഘടകങ്ങൾ ബോധ്യമാവും. അതിനാണ് ഇതിപ്പോ പറയുന്നത്. ഇത് തികച്ചും വേദാന്തമാണെന്ന് ഞാൻ പറഞ്ഞത് അതാണ്. അപ്പൊ ഈ വേദാന്ത ചിന്ത നമ്മൾ കേട്ടു. ശ്രവണം കേട്ടാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? മനനം ചെയ്യണം. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നിധിധ്യാസനം. നമ്മള് അത് പ്രാവർത്തികമാക്കാൻ, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പൊ ശ്രവിക്കണം, ശ്രവണം ചെയ്തതിനെ മനനം ചെയ്യണം, മനനം ചെയ്തതിനെ നിധിധ്യാസം ചെയ്തുകൊണ്ടിരിക്കണം. അത് ജീവിതത്തില് ആ രീതിയിൽ ചിന്ത നമ്മൾ കൊണ്ട് നടക്കുക തന്നെ വേണം. അങ്ങനെ മാത്രമേ നേരത്തെ പറഞ്ഞ പോലെ ഗോവിന്ദന്റെ വീട് കാണിക്കാനുള്ള താൽക്കാലികമായിട്ടുള്ള ലക്ഷണങ്ങൾ മാത്രമാണ് ആ കാക്കിയും ഓട്ടർഷയൊക്കെ. അതുപോലെ പ്രപഞ്ച ഘടകത്തെ നിലനിർത്തുന്ന ആ പ്രപഞ്ച ഘടകത്തിന്റെ ആധാരത്തെ കുറിച്ചാണ് നമ്മൾ ഭഗവാൻ ഇവിടെ പറഞ്ഞത്. അതിലേക്ക് എത്താൻ ആ പ്രപഞ്ച ഘടകത്തിന്റെ ഓരോന്നായി തരണം ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ മൈനസ് ചെയ്ത് അതിന്റെ ആധാരം എവിടെയാണെന്ന് കണ്ടെത്തണം. അത് പതുക്കെ ഒറ്റയടിക്കല്ല കേട്ടോ പറയണത്. പക്ഷെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്ന് വിചാരം ചെയ്ത് നോക്കണം. അങ്ങനെയാണ് പതുക്കെ നമുക്കൊരു ക്ഷേത്രജ്ഞനെ അനുഭവിക്കാൻ കഴിയുക. അപ്പൊ ക്ഷേത്രജ്ഞൻ അവിടെ ഉണ്ട്. ക്ഷേത്രജ്ഞനാണ് ആ വീട് നമ്മൾ പറഞ്ഞത്. അത് അവിടെ ഉണ്ട്, അത് എവിടെയും പോയിട്ടില്ല. പക്ഷേ ചുറ്റുമുള്ള പ്രപഞ്ച ഘടകങ്ങൾക്ക് മാറ്റം വരുമ്പോ നമുക്ക് തോന്നുകയാണ് ഇതെല്ലാം മിഥ്യയാണ്, ഇത് തമ്മില് യാതൊരു ബന്ധവും ഇല്ല. ക്ഷേത്രജ്ഞൻ എവിടെയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവുകയാണ്. അങ്ങനെയാണ് നമ്മള് 17ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുമ്പം ക്ഷേത്രജ്ഞൻ ആരാണ്, ഒരു സാധാരണക്കാരനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് തടസ്ഥ ലക്ഷണം പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. എന്താണ് തടസ്ഥ ലക്ഷണം നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞു. അപ്പൊ ഏകദേശം ഒരു ഉദാഹരണം കൊണ്ട് ഒരു വസ്തുവിനെ സൂചിപ്പിക്കാം. അതായത് ക്ഷേത്രത്തിനുള്ളിൽ ഒരു ക്ഷേത്രം, അതിനുള്ളിലാണ് ക്ഷേത്രജ്ഞൻ. അപ്പൊ ക്ഷേത്രത്തെ നിലനിർത്തുന്നത് ആരാണ്? ക്ഷേത്രജ്ഞനാണ്. അപ്പൊ എന്ന് പറയുമ്പോ ക്ഷേത്രം നശിക്കുകയാണോ ചോളൂ, എന്നാലും ക്ഷേത്രജ്ഞൻ അവിടെ ഉണ്ട് ഇല്ലേ? ക്ഷേത്രത്തിന്റെ ഉള്ളിലാണ് ക്ഷേത്രജ്ഞൻ. ക്ഷേത്രം നശിച്ചു പോയിച്ചോളൂ, എന്നാലും കുഴപ്പമില്ല, ക്ഷേത്രജ്ഞൻ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ കണക്കാക്കേണ്ടത്? ഓട്ടോ അവിടെ വന്നു നിന്നു എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഓട്ടോ പോയാലും ആ വീട് അവിടെ തന്നെ ഉണ്ടാവും. അതേപോലെ നമുക്കൊരു ഏകദേശ ധാരണയിൽ തരുന്ന ലക്ഷണത്തെയാണ് തടസ്ഥ ലക്ഷണം എന്ന് പറയുന്നത്. നമുക്കൊരു ഏകദേശ ധാരണ ആരാണ് ക്ഷേത്രജ്ഞൻ എന്നുള്ള ആ ധാരണ തരുന്ന ലക്ഷണം. അപ്പൊ ആ രീതിയിൽ നമ്മൾ ക്ഷേത്രജ്ഞനെ കുറിച്ച് പറഞ്ഞിട്ട് ഇനി എന്താണ്, എങ്ങനെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് നമുക്ക് മനസ്സിലാക്കാമെന്നാണ് ഈ 17ാമത്തെ ശ്ലോകത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അപ്പം വെളിച്ചത്തെ കാണുമ്പോൾ നമ്മൾ എന്താ പറയാ? നമ്മൾ വെളിച്ചത്തെ കാണുന്നു എന്നാണ് പറയാ. എന്നാൽ അന്വേഷിച്ചു പോകുമ്പോ നമുക്ക് എന്താ മനസ്സിലാവുക? ആ വെളിച്ചം ഞാൻ തന്നെയാണ്, ആ വെളിച്ചം ഞാൻ തന്നെയാണ്. അതാണ് തത്. ആ പരമകാരണമായ സത്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? തമസപരം ഉച്യത്തെ. തമസപരം, ഈ ശരീരമൊക്കെ ജഡമാണ്, അതിനൊക്കെ അപ്പുറത്ത് അതുപോലെ
ഇതിന്റെ ഒക്കെ അപ്പുറത്ത് അതുപോലെ നമ്മൾ ഈ പ്രപഞ്ചത്തില് ജ്യോതിസ്സുകളായി കാണപ്പെടുന്ന സൂര്യൻ, ചന്ദ്രൻ, അഗ്നി ഇവയ്ക്കൊക്കെ പ്രകാശം കൊടുക്കുന്നത് അതാണ്. ഏത്? ആദ്യം പറഞ്ഞില്ലേ ആ ഒരു ശക്തി. അപ്പൊ ജ്യോതിഷാമപി തജ്ജ്യോതി, ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന ആ വെളിച്ചമാണ്, സ്വയം വെളിച്ചമായിരിക്കുന്ന ഉണ്മയാണ് ആ സത്യം എന്ന് ഉച്യതേ എന്ന് പറയപ്പെടുന്നു. ഈ ഒരു അറിവാണ് യഥാർത്ഥ ജ്ഞാനം. ഇനി ഈ അറിവിനെയാണ് നമ്മൾ ജ്ഞേയം, അറിയേണ്ടത് എന്നതുകൊണ്ട് ഭൗതികമായി അറിയുന്ന പോലെ അല്ല കേട്ടോ. പഞ്ചസാര മധുരമാണ് എന്നുള്ളത് അറിവാണ്, അല്ലെ? പഞ്ചസാര മധുരമാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ അറിവ് നമ്മൾ രുചിച്ചു നോക്കി അനുഭവിക്കുമ്പോഴാണ് അത് ശരിക്കും അറിവായിട്ട് തീരുന്നത്, അറിവ് അനുഭവമാവുന്നത്. അതേപോലെ ഈശ്വരൻ എൻ്റെ ഉള്ളിലെ ചൈതന്യമാണ്, എന്നെ നിലനിർത്തുന്ന ചൈതന്യമാണ് എന്നതൊരു അറിവ് മാത്രമാണ്. അത് അനുഭവിക്കണം, അതാണ് ജ്ഞേയം. അപ്പൊ സാക്ഷാത്കരിക്കേണ്ടത് ഈ ഒരു അറിവിനെയാണ്. അറിവിലൂടെ എത്തിച്ചേരുന്നതാണ് ജ്ഞാനം, ജ്ഞാനഗമ്യം. ഈ അറിവിലൂടെ നിങ്ങൾ എത്തിച്ചേരുന്നത് ആ വസ്തുവിനെ നിങ്ങൾ കണ്ടെത്തുമ്പോൾ അല്ലെ അറിയുമ്പോൾ നിങ്ങൾ അതായി തീരുന്നു. അപ്പം ബ്രഹ്മവത് ബ്രഹ്മ ഏവ ഭവതി എന്ന് പറയില്ലേ? ഉപ്പ് കലക്കിയ സമുദ്രത്തിൽ ഇട്ടാൽ എന്താ ഉണ്ടാവുക? ഉപ്പ് എവിടെയാ നോക്കിയാൽ കാണില്ല, അല്ലെ? അതേപോലെ ആ ബ്രഹ്മസത്യത്തെ അറിഞ്ഞിട്ട് പറഞ്ഞു തരാന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. കാരണം ആ സത്യത്തെ അവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ വ്യക്തി ഇല്ല, പറഞ്ഞു തരാൻ ആ വ്യക്തി അവിടെ ഇല്ലല്ലോ. അതൊരു ബോധം മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പൊ ഇനി അവരെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ സാധാരണക്കാരന് അതിട്ട് മനസ്സിലാവൂല്ല. അപ്പൊ ഏതുപോലെയാണോ പഞ്ചസാര രുചിച്ചു നോക്കാതെ അത് മധുരമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, അതുപോലെ നമുക്കത് അനുഭവിക്കാൻ സാധിക്കില്ല. അതേപോലെ ആ സത്യം അത് അറിഞ്ഞവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കില്ല. കൊടുക്കുകയാണ്, ഇനി പറഞ്ഞു കൊടുക്കുകയാണെന്ന് വെച്ചോളൂ, അത് അനുഭവിക്കാത്തടത്തോളം അതൊരു കടങ്കഥ പോലെ ഉണ്ടാവും. എന്നാൽ ഈ സത്യം എവിടെ ഇരിക്കുന്നു? സർവഹൃദ്വിഷ്ഠിതം, സർവസ്യ വിഷ്ഠിതം, എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാൻ എന്ന് ബോധമായിട്ടിരിക്കുന്നത് ആ സത്യമാണ്. അപ്പൊ നമ്മൾ എത്രയൊക്കെ മരണം കണ്ടാലും നമ്മുടെ മരണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ലല്ലോ. 80 വയസ്സായാലും ഞാൻ ചെറുപ്പക്കാരിയാണ് എന്നൊക്കെയാണ് വിചാരിക്കുക. ഇനി ഒരുപാട് കാലം ഉണ്ടാവും. എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം എന്താ വെച്ചാൽ യഥാർത്ഥ സത്യത്തിന് മരണമില്ല. അതുകൊണ്ടാണ് അത്ര നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ബോധം എനിക്ക് മരണമില്ല എന്ന ചിന്ത ഉള്ളിൽ നിന്ന് ഉണ്ടാവണത്. അപ്പൊ ശരീരത്തിനാണ് നാശം. ആ ചിന്തയിലേക്ക് വരുമ്പോ മാത്രമേ നമുക്ക് മരണമുണ്ട് എന്ന് ചിന്തിക്കാൻ തന്നെ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലെ സത്യം നമ്മളോട് പറയുന്നു, നിങ്ങൾക്ക് മരണമില്ല, നിങ്ങൾ എന്നും ചിരഞ്ജീവിയാണ്, അതായത് എല്ലാ കാലത്തും ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മരണത്തെ കുറിച്ച് ചിന്തിക്കാനേ തോന്നാത്തത്. അപ്പൊ നമ്മുടെ ഉള്ളിലേക്കുള്ള ഒരു ഉൾക്കാഴ്ച അത് നമ്മൾ പരിശീലിക്കണം, അതായത് ധ്യാനം. അങ്ങനെ വെറുതെ ഇരുന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് മനസ്സിലാവും. അവസാനത്തെ ശ്ലോകം ഇത്രയും നേരം പറഞ്ഞതാണ് ക്ഷേത്രം. അപ്പൊ എന്താണ് അതുപോലെ ജ്ഞാനം എങ്ങനെ നേടാം? ഇനി ജ്ഞേയം, ആ അറിവിലൂടെ എത്തേണ്ട വസ്തു, അറിയേണ്ട സത്യം എല്ലാം ചുരുക്കി എന്നാൽ വ്യക്തമായിട്ടാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. മദ്ഭക്ത, എന്നെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന, എന്നിൽ പരമമായ ഭക്തിയുള്ള ആൾ അതിനെ മനസ്സിലാക്കുന്നു. എങ്ങനെയാ മനസ്സിലാക്കണത്? പഞ്ചസാര മധുരമുള്ളതാണ് അറിയുന്നത് ജ്ഞാനം, അത് അനുഭവിക്കുന്നത് വിജ്ഞാനം. ഇതാണ് നേരത്തെ പറഞ്ഞ പോലെ ഉണർന്നിരിക്കുമ്പോഴും നേരത്തെ ധ്യാനിക്കാൻ സമയം കണ്ടെത്തുക. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ മനനം ചെയ്യാം. അങ്ങനെ നമുക്ക് പതുക്കെ മനസ്സിലാവും ആരാണ് ഈശ്വരൻ എന്ന ഒരു ധാരണയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പൊ ഈശ്വരനെ അനുഭവിക്കാതെ ഭക്തനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നാണ് വിവേകാനന്ദ സ്വാമികളും പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മള് അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഉള്ളിലെ ആദ്യം അതിന് വേണ്ടത് ഉള്ളിലുള്ള ആഗ്രഹങ്ങളെയൊക്കെ എടുത്തു കളയുക. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനാണ് ഈശ്വരൻ എന്നാണ് നമ്മുടെയൊക്കെ ധാരണ. അത് മാറ്റിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഈശ്വരനെ അറിയാനുള്ള ആദ്യത്തെ തടസ്സം ആഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ആഗ്രഹങ്ങളെ ഇല്ലാതാക്കിയാൽ നമുക്ക് ഭഗവാനിലേക്കുള്ള യാത്ര വളരെ എളുപ്പമാവും. അതല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോൾ അത് പാപാണോ പുണ്യാണോ അങ്ങനെയൊക്കെ നമുക്ക് നോക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒന്നുമില്ലാതെ ഈശ്വരനെ അറിയാം, അനുഭവിക്കുക, ആ സത്യത്തെ ഉൾക്കൊണ്ടിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുക.
അതാണ് പരമമായ ആനന്ദം. ഇത് തിരിച്ചറിയുന്ന ഒരാൾക്ക് ഉള്ളിൽ നിന്ന് എല്ലാ ആഗ്രഹങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഭഗവാനെ നേരെ അറിയാൻ ആത്മാർത്ഥമായി ശ്രമിക്കാൻ നമുക്ക് സാധിക്കും. ഇപ്രകാരം ഭഗവാൻ ക്ഷേത്രത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും എന്തറിവാണ് നേടേണ്ടത്? ഈ അറിവിലൂടെ അറിയേണ്ട സനാതനമായ പരമാത്മ സ്വരൂപം ക്ഷേത്രജ്ഞനെ കുറിച്ചും ഭഗവാൻ പറയാണ്. ഇനി ഭഗവാൻ പറഞ്ഞത്, എന്റെ ഭക്തൻ ഈ ഒരു തത്വം അറിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ആയിത്തീരും. അപ്പോ എന്റെ ഭാവത്തെ അറിഞ്ഞ് എന്നിലേക്ക് ലയിക്കാൻ അവർക്ക് സാധിക്കുന്നതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഭഗവാനെ മനസ്സിലാക്കി ഭഗവാനിലേക്ക് ലയിക്കാനുള്ള ഒരു പാതയായിട്ട് ഈ ഭഗവത്ഗീതാ പഠനം നമുക്ക് തുടരാം. എനിക്ക് ഈ ഒരു അവസരം തന്ന എല്ലാവർക്കും എന്നെ ശ്രവിച്ച നന്ദി. ഹരി ഓം. ഹരി ഓം അക്ക. ഹരി ഓം. 19, 20, 21 ശ്ലോകങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതിനായി റാണിയൊക്കെയും എക്സ്പ്ലനേഷൻ ചെയ്യുന്നതിനായി ഗോപകുമാരനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. ഹരി ഓം. 19ാമത്തെ ശ്ലോകം. പ്രകൃതിം പുരുഷം ചൈവ വിദ്യനാദി ഉഭാവപി. പ്രകൃതിം പുരുഷം ചൈവ വിദ്യനാദി ഉഭാവപി. വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. വികാരാം ച ഗുണാം ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. പ്രകൃതിം പുരുഷം ചൈവ വിദ്യനാദി ഉഭാവപി. വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. പ്രകൃതിം പുരുഷം ചൈവ വിദ്യനാദി ഉഭാവപി. വികാരാം ച ഗുണാം ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. 20ാമത്തെ ശ്ലോകം. കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യത്തെ. കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യത്തെ. പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യത്തെ. പുരുഷ സുഖ ദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യത്തെ. കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യത്തെ. പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യത്തെ. കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യത്തെ. പുരുഷ സുഖ ദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യത്തെ. ശ്ലോകം 21. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ. കാരണം ഗുണസംഗോസ്യ സദസദ്യോ നിജന്മസു. കാരണം ഗുണസംഗോസ്യ സദസദ്യോ നിജന്മസു. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ. കാരണം ഗുണസംഗോസ്യ സദസദ്യോ നിജന്മസു. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ. കാരണം ഗുണസംഗോസ്യ സദസദ്യോ നിജ ജന്മസു. ഇനി ഹരി ഓം. വിശദീകരണം. അപ്പൊ നമുക്ക് ഈ 3 ശ്ലോകങ്ങളുടെ എളുപ്പമൊന്ന് അതിന്റെ അർത്ഥം നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ പ്രകൃതി, പുരുഷൻ ഈ 2 കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചാപ്റ്ററിൽ. പ്രകൃതിയും പുരുഷനും എങ്ങനെ ഉണ്ടായി
പിന്നെ എങ്ങനെ പ്രവർത്തിക്കുന്നു, പിന്നെ എങ്ങനെ നിലനിൽക്കുന്നു, ഇതിന്റെ സ്വഭാവം എന്താണ്. ഇതാണ് ഈ 3 കാര്യങ്ങളാണ് ഏകദേശം ഈ 3 ശ്ലോകങ്ങളിൽ നമ്മൾ കാണാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് എളുപ്പം ഒന്നൊന്നായിട്ട് നോക്കാം. അപ്പൊ ഇതിന്റെ പദച്ഛേദന എങ്ങനെയാണ്? പ്രകൃതിം പുരുഷാം ച ഇവ വിദ്ധി അനാധി ഉഭൗ അപി വികാരാൻ ച ഗുണാൻ ച ഇവ വിദ്ധി പ്രകൃതി സംഭവാൻ. അപ്പോ ഇതിൽ പറയുന്നത് പ്രകൃതിയും പുരുഷനും ഒരു തുടക്കമില്ല, അനാദിയാണ്, എപ്പോഴും ഉള്ളതാണ്. നമുക്ക് എപ്പോൾ തുടങ്ങി എന്ന് പറയാൻ പറ്റത്തില്ല. പ്രകൃതിക്കും പുരുഷനും പ്രകൃതി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിന് ഗുണങ്ങളുണ്ട് പ്രകൃതിക്ക്. പുരുഷന് അങ്ങനെ ഒരു ഗുണങ്ങളും ഇല്ല. ഇതാണ് ഇതിൻ്റെ ഒരു അർത്ഥം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, ഇതെല്ലാം പ്രകൃതിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ മായയുടെ ഭാഗമാണ്. അപ്പൊ ഇതിനൊരു ഗുണമുണ്ട്, 3 ഗുണങ്ങളുണ്ട്. ഇത് ജഡമാണ്. അതേസമയം പുരുഷന് ചിത്താണ്, സത്, ചിത്ത്, ആനന്ദം. ഈ വിശേഷങ്ങളുള്ള ആളാണ് പുരുഷൻ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ശ്ലോകത്തിലോട്ട് പോകാം. അടുത്ത ശ്ലോകത്തില് എന്താണ് പ്രവൃത്തികൾ എന്താണ് എന്ന് നോക്കാം. ഇതിന്റെ വേർഡ് ബൈ വേർഡ് കാര്യ കാരണ കർത്തൃത്വേ ഹേതുഹു പ്രകൃതി ഉച്യത്തെ പുരുഷ സുഖ ദുഃഖാനാം ഭോക്തൃത്വേ ഹേതു ഉച്യത്തെ. അപ്പൊ ഇതിന്റെ അർത്ഥം, ഈ പ്രകൃതി ഉണ്ടാവാനും കാരണം, ഈ പ്രകൃതിയിലെ വ്യത്യാസങ്ങൾ അതെല്ലാം ഉണ്ടാവാനുള്ള കാരണം പ്രകൃതി തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന ചുറ്റുപാട് കാണുന്ന ഇതിന്റെ എല്ലാത്തിൻ്റെയും കാരണം, കാണാൻ പറ്റുന്നതിൻ്റെ എല്ലാത്തിൻ്റെ കാരണം പ്രകൃതി തന്നെയാണ്. അതേസമയം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്, ഇത് അറിയാൻ സാധിക്കുന്നത് പുരുഷന്റെ കാരണമാണ്. ഇപ്പൊ പുരുഷന് ഒരു ജോലിയേ ഉള്ളൂ, അറിയാൻ പറ്റുന്ന ഒരു കഴിവ്. അതേസമയം നമ്മൾ കാണുന്ന എല്ലാം, കാണുന്നതും കേൾക്കുന്നതും ആലോചിക്കുന്നതും, എല്ലാ മൂവ്മെന്റ്സ്, എല്ലാ ചലനങ്ങൾ എല്ലാം പ്രകൃതിയുടെയാണ്. പുരുഷൻ ഒരു ജോലിയില്ല, അറിയുന്ന മാത്രം. അപ്പൊ നമുക്ക് സുഖ ദുഃഖം ഒക്കെ അറിയാൻ സാധിക്കുന്നത് പുരുഷൻ ഉണ്ടായതുകൊണ്ടാണ്. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അടുത്ത ശ്ലോകം. പുരുഷ പ്രകൃതി സ്ഥഃ ഹി ഭുങ്ക്തേ പ്രകൃതി ജ്ഞാൻ ഗുണാം കാരണം ഗുണ സംഗ അസ്യ സത് അസത് യോനി ജന്മസു. ഇനിയിപ്പോ എങ്ങനെയാണ് ഇത് നിലനിൽക്കുന്നത്? എങ്ങനെയാണ്? ഇപ്പൊ ആദ്യം കണ്ടു പ്രകൃതിയും പുരുഷനും എങ്ങനെയാണ് തുടങ്ങിയത്. അതിനൊരു തുടക്കമേ ഇല്ല. പിന്നെ അതിൻ്റെ ചില പ്രവർത്തികൾ എന്താണ്, അതിലെ സ്വഭാവം എന്താണ് നമുക്ക് 20ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലായി. പിന്നെ ഈ ശ്ലോകത്തിൽ എങ്ങനെയാണ് ഇത് നിലനിൽക്കുന്നത്, ഇങ്ങനെ എത്രയോ നാളുകൊണ്ട്, അനാദി കൊണ്ട് എങ്ങനെയാണ് ഇത് ഇങ്ങനെ നിന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത്
പുരുഷൻ അല്ലെങ്കിൽ ജീവാത്മാവ് ഇത് പ്രകൃതിയിൽ ഇണങ്ങിച്ചേർന്ന് പ്രകൃതിയാണ് എന്ന് ഉള്ളൊരു തോന്നലുണ്ടാകുന്നു. പുരുഷന്, ജീവാത്മാവിന് പ്രകൃതിയുമായിട്ട് ഇങ്ങനെ കലങ്ങി പോകുമ്പോൾ പുരുഷന് ഒരു തോന്നലുണ്ടാവുകയാണ്, എനിക്കും ഈ ഗുണങ്ങളും മാറ്റങ്ങളും ഒക്കെ എനിക്കും സംഭവിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവുക. ഈ തോന്നൽ കൊണ്ടാണ് നമുക്ക് ജന്മങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ അറ്റാച്ച്മെന്റ്സ്, ഈ ഗുണങ്ങൾ കൊണ്ട് നമുക്ക് ശ്രേഷ്ഠമായ ജന്മവും അല്ലെങ്കിൽ അത്ര നല്ലതല്ലാത്ത ജന്മങ്ങളും നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇതാണ് പ്രകൃതി പുരുഷനുമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ 3 ശ്ലോകങ്ങൾ. ഇപ്പൊ നമുക്ക് ഓവറോൾ ആയിട്ട് ചില കാര്യങ്ങൾ പറയാൻ പറ്റും ഇവിടെ. ഇത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്ന വേർഡ്സ് എല്ലാം, പദങ്ങളെല്ലാം സാഖ്യമാണ്. ഇവിടെ സാഖ്യ ഭാഷയാണ് കൃഷ്ണൻ ഉപയോഗിക്കുന്നത്. എല്ലാം പ്രകൃതി, പുരുഷൻ, ഗുണങ്ങൾ, ഇതെല്ലാം സാഖ്യമാണ്. പക്ഷേ വേദാന്തികൾ ഇതിന് അദ്വൈതം തന്നെ, ഇപ്പൊ ശങ്കരാചാര്യർ ഇത് അദ്വൈതം തന്നെയാണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ സാഖ്യാല് നമുക്കെല്ലാവർക്കും അറിയാം, സാഖ്യ ദർശനത്തില് പുരുഷ എന്ന് പറയുന്നത് ഒന്നല്ല, എത്ര ജീവങ്ങളുണ്ടോ അത്രയും പുരുഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതേസമയം പ്രകൃതി ഒന്ന് തന്നെയാണെന്നാണ് സാഖ്യം പറയുന്നത്. അപ്പൊ അതിലൊരു അദ്വൈതമുണ്ട്. പ്രകൃതി ഇത്രയും വെറൈറ്റി ഒക്കെ കാണുന്നെങ്കിലും പ്രകൃതി ഒന്ന് തന്നെയാണെന്നാണ് സാഖ്യവും പറയുന്നത്. പക്ഷെ പുരുഷന്റെ കാര്യത്തിൽ വരുമ്പോൾ പലതാണെന്ന് സാഖ്യം പറയുന്നു. പക്ഷെ അദ്വൈതം പറയുന്നു അല്ല, അത് ഒന്ന് തന്നെയാണ്. പ്രകൃതിയും ഒന്ന് തന്നെ, പുരുഷനും ഒന്ന് തന്നെ, ഇത് രണ്ടും ഒന്ന് തന്നെ എന്നാണ് അദ്വൈതം പറയുന്നത്. അപ്പൊ സാഖ്യാല് ചെറിയൊരു കഥ പറയുന്നുണ്ട് സ്വാമി രംഗനാഥൻജിയുടെ ബുക്കില്. സാഖ്യാല് പ്രകൃതി ജഡമാണെങ്കിലും എങ്ങനെയാണ് ഇത് വ്യത്യാസമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരു കണ്ണ് കാണാത്ത ഒരാളുടെ തോളില് കണ്ണ് കാണുന്ന ഒരാള് ഇരിക്കാന്ന് വിചാരിക്കും. എന്നിട്ട് കണ്ണ് കാണുന്ന അയാള് പറയാ, അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, ഇടത്തോട്ട് പോ, വലത്തോട്ട് പോകുന്നു. അപ്പോ ജഡമായിരിക്കുന്ന ഒരു പ്രകൃതിയെ നയിക്കുന്നത് പുരുഷനാണ്. അപ്പൊ അതാണ് സാഖ്യയുടെ ഒരു കാര്യം. പക്ഷെ അദ്വൈതത്തിൽ ഒന്നുമില്ല, പുരുഷൻ ഇല്ലെങ്കിൽ ബ്രഹ്മൻ മാത്രമേ ഉള്ളൂ എന്നാണ്, വേറെ കാണുന്നതെല്ലാം മായയാണെന്നാണല്ലോ അദ്വൈതത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 ശ്ലോകങ്ങളിൽ കൂടെ നമുക്ക് പ്രകൃതിയും പുരുഷന്റെ വ്യത്യാസം ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഹരിയോം. ഹരിയോം അണ്ണ. ഹരിയോം. അടുത്തതായി 22, 23, 24 ശ്ലോകങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതിനായി ജയലക്ഷ്മി അക്കയെയും എക്സ്പ്ലനേഷൻ ചെയ്യുന്നതിനായി രത്നവല്ലിയക്കെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോം. ഹരിയോം. ശ്ലോകം 22. ഉപദ്രഷ്ടാനുമന്താ ച ഭർത്താ ഭോക്താ മഹേശ്വരഃ. ഉപദ്രഷ്ടാനുമന്താ ച ഭർത്താ ഭോക്ത മഹേശ്വരഃ. പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷഃ പരഃ. പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷഃ പരഃ. ഉപദ്രഷ്ടാനുമന്താ ച ഭർത്താ ഭോക്താ മഹേശ്വരഃ. പരമാത്മേതി ചാപ്യുക്തഃ ദേഹേസ്മിൻ പുരുഷഃ പരഃ. ഉപദ്രഷ്ടാനുമന്താ ച ഭർത്താ ഭോക്ത മഹേശ്വരഃ. പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷഃ പരഃ. ശ്ലോകം 23.
യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈഃ സഹ. യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈഃ സഹ. സർവഥാ വർത്തമാനോപി ന സ ഭൂയോഭിജായത്തെ. യ സർവദാ വർത്തമാനോപി ന സ ഭൂയോഭിജായതേ. യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈഃ സഹ സർവഥാ വർത്തമാനോപി ന സ ഭൂയോഭിജായത്തെ. യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈഃ സഹ സർവദാ വർത്തമാനോപി ന സ ഭൂയോഭിജായതേ. ശ്ലോകം 24. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മനാ. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മനാ. അന്യേ സാംഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. അന്യേ സാംഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മനാ. അന്യേ സാംഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മനാ. അന്യേ സാംഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. 22, 23, 24 ശ്ലോകങ്ങളുടെ വ്യാഖ്യാനമാണ് നമുക്ക് ഇനി ഇവിടെ കേൾക്കേണ്ടത്. 22-ാമത്തെ ശ്ലോകം. ഉപദ്രഷ്ടാനുമന്താച ഭർത്താ ഭോക്താ മഹേശ്വരഃ പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷപരം. അതായത് പുരുഷഃ ജീവാത്മാ അസ്മിൻ ദേഹേ അപി പ്രകൃതികാര്യമായ ഈ ദേഹത്തിൽ ഇരിക്കുന്നുവെങ്കിലും പരഹ ദേഹത്തിൽ നിന്ന് അന്യമായിരിക്കുന്നു. ജീവാത്മാ നമ്മുടെ ദേഹത്തിൽ ഇരിക്കുന്നുവെങ്കിലും ദേഹത്തിൽ നിന്ന് അന്യമായിരിക്കുന്നു. യസ്മാത് എന്തുകൊണ്ടെന്നാൽ ഈ ജീവാത്മാ ഉപദ്രഷ്ട അനുമന്ത ഭർത്ത ഭോക്ത മഹേശ്വരഃ പരമാത്മാ എന്ന് ആയിട്ടാണ് പറയപ്പെട്ടിരിക്കുന്നത്. ജീവാത്മാ പ്രകൃതികാര്യമായ ദേഹത്തിൽ ഇരിക്കുന്നുവെങ്കിലും ദേഹത്തിൽ നിന്ന് അന്യമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എന്താണ് ഈ ജീവാത്മായുടെ റോള് ദേഹത്തില്? ഒന്ന്, ഉപദ്രഷ്ടാവായി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാ ദേഹേന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളിൽ പ്രവർത്തിക്കാതെ അവയിൽ നിന്ന് അന്യനായി സമീപെ സ്ഥിതി ചെയ്തുകൊണ്ട് അവയുടെ വ്യാപാരങ്ങളെ ദർശിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാണ് ഉപദ്രഷ്ട എന്ന് പറയുന്നത്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു യജ്ഞകർമ്മം വൃത്തിക്കും യജമാനനും കൂടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ യജ്ഞവിദ്യയിൽ കുശലനായ മറ്റൊരാൾ അവരുടെ സമീപത്തിരുന്നു കൊണ്ട് ഈ യജ്ഞത്തിലൊന്നും പ്രവർത്തിക്കാതെ അതിൻ്റെ ഗുണദോഷത്തെ നോക്കുക മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ അതുപോലെയാണ് ആത്മാവ് ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നത്. എല്ലാ വ്യാപാരങ്ങളെയും സമീപെ സ്ഥിതി ചെയ്തുകൊണ്ട് ഈ വ്യാപാരങ്ങളിൽ സർവത്തെയും വിഷയീകരിക്കുന്നു. അതുകൊണ്ടാണ് ഉപദ്രഷ്ട എന്ന് പറയപ്പെടുന്നത്. പിന്നെ മറ്റൊന്ന് അനുമന്ത. അനുമന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വ്യാപാരം ചെയ്യുന്നവരിലും വ്യാപാരങ്ങളിലും പരിതോഷിക്കുന്നവൻ അഥവാ അനുമോദത്തെ ചെയ്യുന്നവൻ.
അത് ആണ് അനുമന്ത എന്ന് പറയുന്നത്. പിന്നെ മറ്റ് വേറെ രീതിയിലും പറയാം. ദേഹേന്ദ്രിയ വ്യാപാരങ്ങളിൽ ആത്മാ പ്രവർത്തിക്കുന്നില്ലെങ്കിലും പ്രവർത്തിക്കുന്ന പോലെ അവയ്ക്ക് അനുകൂലമായി ഇരിക്കുന്നു. അതുകൊണ്ടും അനുമന്ത എന്ന് പറയുന്നു ആത്മായെ. അതേപോലെ ആത്മാ ദേഹക്രിയ വ്യാപാരങ്ങൾക്ക് യാതൊരു പ്രതിബന്ധവും കൂടാതെ സാക്ഷി മാത്രമായി ഇരിക്കുന്നു. അതുകൊണ്ടും അനുമന്ത എന്ന വാക്ക് ഈ പുരുഷനെ പറയപ്പെടുന്നു. പിന്നെ മറ്റൊന്ന് ഭർത്ത, അതായത് ദേഹേന്ദ്രിയ മനോബുദ്ധികൾ അന്യനായും ചൈതന്യ സ്വരൂപനായും ഇരിക്കുന്ന ആത്മാവോട് ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ട് അവയ്ക്ക് ചൈതന്യം ഉള്ളതുപോലെ തോന്നുന്നു. അങ്ങനെ ഇരിക്കുന്ന ദേഹാദികൾക്ക് ആത്മാവാണ് സ്വരൂപത്തെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനാൽ ആത്മാ ഭർത്ത എന്ന് അറിയപ്പെടുന്നു. പിന്നെ മറ്റൊന്ന് ഭോക്ത. ഭോക്ത എന്ന് പറയുന്നത് പാലകനായി സുഖദുഃഖാദി ബോധ്യ വസ്തുക്കളെ അനുഭവിക്കുന്നത് കൊണ്ട് ഈ ജീവാത്മാ ഭോക്ത എന്ന് പറയുന്നു. പിന്നെ ബ്രഹ്മാദികൾക്കും കൂടി പതിയാണ് ജീവാത്മാ. അതുകൊണ്ടാണ് മഹേശ്വര എന്ന് പറയുന്നത്. പരമാത്മാ എന്ന് പറയുന്നത് എല്ലാറ്റിൻ്റെയും മേലെയായി സ്ഥിതി ചെയ്യുന്നു. എല്ലാത്തിൻ്റെയും മേലെയാണ് ജീവാത്മാവ് അഥവാ പരമാത്മാവ്. ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ പരമാത്മാവിന്റെ ഒരു ഇത് തന്നെയാണ്, പ്രതിബിംബം എന്ന് പറയാം. അതുകൊണ്ട് ജീവാത്മായെ പരമാത്മാ എന്നും പറയപ്പെടുന്നു. അതായത് ജീവാത്മാ പ്രകൃതികാര്യമായിരിക്കുന്ന ദേഹത്തിൽ ഇരിക്കുന്നുവെങ്കിലും ദേഹത്തിൽ നിന്ന് അന്യമായി ഉപദ്രഷ്ട, അനുമന്ത, ഭർത്ത, ഭോക്ത, മഹേശ്വര, പരമാത്മ ഈ ഒരു റോളിലാണ് ദേഹത്തില് ജീവാത്മാ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഈ 22ാമത്തെ ശ്ലോകത്തില് പറയുന്നത്. അടുത്തത് 23ാമത്തെ ശ്ലോകം. യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈ സഹ സർവഥാ വർത്തമാനോപി ന സ ഭൂയോപി ജായതേ. ഏവം ഇപ്രകാരം പുരുഷനെയും ഗുണൈ സഹ സുഖദുഃഖാദി പരിണാമങ്ങളോട് കൂടിയിരിക്കുന്ന പ്രകൃതിയെയും യാതൊരുവൻ അറിയുന്നുവോ അവൻ ഏത് വിധത്തിലിരിക്കുന്നവനായാലും പിന്നെ ജന്മത്തെ പ്രാപിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് പുരുഷനെയും സുഖദുഃഖാദി പരിണാമങ്ങളോട് കൂടിയിരിക്കുന്ന പ്രകൃതിയെയും വേർതിരിച്ച് അറിയുവാൻ സാധിക്കുന്നു എങ്കിൽ അവർക്ക് പിന്നീട് ജന്മം ഉണ്ടാവില്ല എന്നാ പറയുന്നത്. അതായത് അവരെ ചിത്തശുദ്ധി വന്ന് ഈ ശീതോഷ്ണ സുഖ ദുഃഖങ്ങളിലൊന്നും തന്നെ അവർക്ക് ഒരു തരത്തിലും അവരെ ബാധിക്കൂല. ശീതോഷ്ണ സുഖ ദുഃഖങ്ങൾ നമ്മുടെ പ്രകൃതി ബാഹ്യലോകത്തുണ്ടാകുന്ന ഇതൊന്നും തന്നെ അവരെ ബാധിക്കുന്നില്ല. ഇങ്ങനെ പുരുഷനെയും സുഖദുഃഖാദി പരിണാമങ്ങളോട് കൂടിയിരിക്കുന്ന പ്രകൃതിയെയും യാതൊരുവൻ അറിയുന്നുവോ അവന് പിന്നീട് പുനർജന്മം ഉണ്ടാകുന്നില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ നമുക്കൊരു സംശയം തോന്നും, ഒരാൾക്ക് ഒരു ജന്മത്തില് ഇങ്ങനെ ഒരറിവ് ലഭിച്ചാൽ പുനർജന്മം ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ അയാളുടെ സഞ്ചിത കർമ്മങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ. ഈ കർമ്മങ്ങളുടെ ഫലം ഈ വ്യക്തി അനുഭവിക്കേണ്ടതല്ലേ എന്ന് നമുക്ക് സംശയം തോന്നാം. പക്ഷേ ഒരു ജീവാത്മാവ് ഒരു ശരീരം എടുക്കുന്ന സമയത്ത് ഏതൊക്കെ കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച് തീർക്കണം എന്നുള്ള ഒരു ഇതുണ്ടാവും. ആ കർമ്മങ്ങളുടെ ഫലം മുഴുവൻ അനുഭവിച്ച് തീരുമ്പോഴാണ് ആ ശരീരം വീഴുന്നത് അഥവാ മരിക്കുന്നത്. അപ്പോ പിന്നീട് ജന്മം എടുക്കുന്നത് നമ്മളുടെ സഞ്ചിത കർമ്മത്തിനനുസരിച്ചായിരിക്കും അടുത്ത ജന്മം. പക്ഷെ ഈ പുരുഷനെയും പ്രകൃതിയെയും അറിയുന്നവർ
പിന്നീട് ജന്മത്തെ പ്രാപിക്കേണ്ടി വരുന്നില്ല. അപ്പൊ അവർക്ക് ഈ സഞ്ചിത കർമ്മം ഇല്ലേ എന്നൊരു സംശയം നമുക്ക് ഉണ്ടാകാം. പക്ഷേ അവർക്ക് പിന്നെ ഈ ചിത്തശുദ്ധി ഉണ്ടാകുന്നതിനനുസരിച്ച് ജ്ഞാനം ഉണ്ടാവുന്നു. ഈ ജ്ഞാനം അവരുടെ അന്ധകരണത്തിലെ അന്ധകരണത്തിലുള്ള സഞ്ചിത കർമ്മത്തെ നിർവീര്യമാക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് പുനർജന്മത്തെ പ്രാപിക്കേണ്ടി വരാത്തതിന്റെ കാരണം. അതാണ് ഈ 23-ാമത്തെ ശ്ലോകത്ത് പറയുന്നത്. അടുത്തത് 24-ാമത്തെ ശ്ലോകം. 24-ാമത്തെ ശ്ലോകം. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മന അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരെ. ആത്മാനം പരമാത്മാവിനെ കേചിൽ ചിലർ ധ്യാനം കൊണ്ട് ആത്മനി ആത്മന ദേഹത്തിൽ മനസ്സുകൊണ്ട് പശ്യന്തി കാണുന്നു. അന്യേ മറ്റു ചിലർ സാഖ്യേന യോഗേന സാഖ്യം കൊണ്ടും യോഗ കൊണ്ടും അഥവാ ആത്മദർശനം കൊണ്ട് അപരേച വേറെ ചിലർ കർമ്മയോഗേന കർമ്മയോഗം കൊണ്ട് കാണുന്നു. അതായത് 3 രീതിയിൽ ആത്മാവിനെ ദേഹത്തിൽ മനസ്സുകൊണ്ട് കാണുന്നു എന്നാണ് പറയുന്നത്. ഈ 3 ആൾക്കാർ, ഒന്ന് ഉത്തമന്മാര്, മധ്യമന്മാര്, അധമന്മാര്. അങ്ങനെ 3 പേരും ആത്മാവിനെ മനസ്സിൽ കാണുന്നത് വ്യത്യസ്ത രീതിയിലാണെന്നാണ് ഈ ശ്ലോകത്ത് പറയുന്നത്. ഉത്തമ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാര് ശബ്ദാദി വിഷയങ്ങളിൽ നിന്ന് സ്ത്രോത്രാദീന്ദ്രിയങ്ങളെ നിവർത്തിപ്പിച്ച് അവയെ മനസ്സിൽ നിർത്തി മനസ്സിനെ പ്രത്യേകാത്മാവിൽ ഉറപ്പിച്ച് അതിനെ ഏകാഗ്രമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ധ്യാനം. അതായത് ധ്യാനയോഗത്താൽ ആത്മാവ് കൊണ്ട് ആത്മാവിനെ തന്നിൽ തന്നെ കാണുന്നു. ധ്യാനത്താൽ സംസ്കരിക്കപ്പെട്ട അന്ധകരണം കൊണ്ട് ആത്മാവിനെ തന്നിൽ തന്നെ കാണുന്നു. അതായത് ഉത്തമന്മാർ എന്ന് പറയപ്പെടുന്നവര്. ധ്യാനം നമുക്ക് എല്ലാവർക്കും കുറച്ചൊക്കെ ഇപ്പൊ അറിയാം. അങ്ങനെ ധ്യാനം ചെയ്ത് സംസ്കരിക്കപ്പെട്ട അന്ധകരണം കൊണ്ട് ആത്മാവിനെ തന്നിൽ കാണുന്നു. എന്നാൽ മധ്യമന്മാർ സാഖ്യയോഗം കൊണ്ടാണ് ആത്മാവിനെ കാണുന്നത്. സാഖ്യയോഗം എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ സത്വ രജ സ്തമോ ഗുണങ്ങളാകുന്നു നമ്മൾ ഈ കാണുന്നതെല്ലാം പ്രകൃതി എന്ന് പറയുന്നത്. അവ ആത്മാവിനാൽ ദർശിക്കപ്പെടുന്നവയാകുന്നു. എന്നാൽ ആത്മാവ് അവയിൽ നിന്ന് അന്യനാകുന്നു. ആത്മാവ് അവയുടെ വ്യാപാരങ്ങൾക്ക് സാക്ഷിയായിരിക്കുന്നു. ആത്മാവ് എന്ന് പറയുന്ന ഞാൻ നിത്യനാണ്, നിർഗുണനാണ് എന്ന് ആര് മനസ്സിലാക്കുന്നുവോ ആ ചിന്തനമാണ് സാഖ്യം എന്ന് പറയുന്നത്. അതാകുന്ന യോഗം സാഖ്യയോഗം. അപ്പോ ഈ പ്രകൃതി പുരുഷൻ അത് വേറെ വേറെ എന്ന് തന്നെ മനസ്സിലാക്കുക തന്നെയാണ് അത് സാഖ്യം എന്ന് പറയുന്നത്. ആ സാഖ്യ യോഗം മനസ്സിലാക്കിയ ആൾക്കാർക്ക് സാഖ്യയോഗം വഴി ആത്മാവിനെ കാണാൻ സാധിക്കുന്നു. എന്നാൽ 3-ാമത്തെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്, അധമന്മാർ. അവർ ഈശ്വരാർപ്പണ ബുദ്ധിയ അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ കർമ്മയോഗം കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടാകുന്നു. അതിന്റെ ഫലമായി ജ്ഞാനമുണ്ടാകുന്നു. അങ്ങനെയുള്ള കർമ്മയോഗം കൊണ്ട് ചിലർ ആത്മാവിനെ കാണുന്നു. അങ്ങനെ 3 രീതിയിൽ ആത്മാവിനെ കാണുന്നു എന്നാണ് ഈ 24-ാമത്തെ ശ്ലോകത്ത് പറയുന്നത്. ധ്യാനത്തിൽ ചിലർ ആത്മാവിനെ ദേഹത്തിൽ മനസ്സുകൊണ്ട് കാണുന്നു. മറ്റു ചിലർ സാഖ്യം കൊണ്ടും അഥവാ സാഷ്ടാംഗ യോഗം കൊണ്ടും വേറെ ചിലർ കർമ്മയോഗം കൊണ്ടും ആത്മാവിനെ കാണുന്നു. അതാണ് ഈ 3-ാമത്തെ ശ്ലോകത്ത് പറയുന്നത്. ഹരി ഓം. എനിക്ക് ഈ ഒരവസരം തന്ന ഇതിന്റെ ഭാരവാഹികൾക്ക് നന്ദി പറയുന്നു. ഹരി ഓം അക്ക. ഇന്നത്തെ ഭഗവത്ഗീത പഠനം വളരെ ഭംഗിയായി പൂർത്തീകരിച്ചു. ഇന്ന് 13-ാം അധ്യായത്തിലെ 16 മുതൽ 24 വരെയുള്ള ശ്ലോകങ്ങൾ വളരെ നന്നായി അതിനെപ്പറ്റി നമുക്ക് അറിയാൻ സാധിച്ചു. ആദ്യമായി എല്ലാവർക്കും ഞാൻ നന്ദി പറയട്ടെ. ഭക്തിപൂർവം ധ്യാന ശ്ലോകം ചൊല്ലിയ അംബിക ബാലനക്ക, ശ്ലോകങ്ങൾ റിവിഷൻ ചെയ്ത വിമലാമണിയക്ക, ലതീഷണ്ണൻ, ലതാമോഹനക്ക,
ചാൻഡിങ് ഗൈഡൻസ് നൽകിയ സരോജിനി അക്ക, 16, 17, 18 ശ്ലോകങ്ങൾ റിപ്പീറ്റ് ചെയ്ത വിജി ഉണ്ണികൃഷ്ണൻ, റാണി അക്ക, ജയലക്ഷ്മി അക്ക, അതുപോലെ വിശദീകരണം ലളിതമായി പറഞ്ഞു തന്ന ഗംഗ അക്ക, ഗോപകുമാർ അണ്ണൻ, രത്നവല്ലി അക്ക, എല്ലാവർക്കും, പിന്നെ ബാക്കപ്പായി നിന്ന സുനിത അക്ക, രമ അക്ക, ഇവർക്ക് എല്ലാവർക്കും സമിതിയുടെ പേരിലും എന്റെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇതിനോടൊപ്പം തന്നെ ഗീതാധ്യായം വളരെ കൃത്യമായി നടത്തുന്ന സമിതിക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സിന്ധു അക്ക, സുനൈന അക്ക, ഗോപണ്ണൻ ഇവർക്കും എന്റെ പേരിലും സന്നിഹിതരായ യോഗ ബന്ധുക്കളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ആങ്കറിങ്ങിന് അവസരം നൽകിയ സിന്ധു അക്കയ്ക്കും ഭാരവാഹികൾക്കും കൃതജ്ഞത പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. ഇനിയും ലോക കല്യാണ മന്ത്രം ചൊല്ലാനായി എല്ലാവരും നമസ്കാര സ്ഥിതിയിലിരിക്കാം. കൈകൾ നമസ്കാര സ്ഥിതിയിൽ കൊണ്ടുവരാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.